ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റിയാണ്. ഇന്ന് ഒരു അൺബോക്സിംഗ് ആണ്. അതായത് ഞാൻ ആമസോണിൽ നിന്ന് ബോയ M1 Pro എന്ന് പറഞ്ഞ മൈക്ക്, നമ്മൾ യൂട്യൂബേഴ്സിന് ഏറ്റവും വേണ്ടത് സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയാണ്. അതിൽ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് റെക്കമെൻഡേഷനിൽ യൂട്യൂബിൽ കണ്ടൊരു മൈക്കാണ്, ബിഗിനേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള മൈക്ക് എന്ന് പറഞ്ഞു കേട്ട മൈക്കാണ് ബോയ M1 Pro. അപ്പോൾ ഇതിൻ്റെ വില 1400 രൂപയാണ്. അതായത് ബോയ M1 ഉണ്ട് 700 സംതിങ്ങിൻ്റെ. ഇതിൽ നോയിസ് ക്യാൻസലേഷന് സെപ്പറേറ്റ് ഡിസ്ക്രിപ്ഷൻ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്, ബോയ M1 Pro. അപ്പോൾ ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിങ്ങും ഇതിൻ്റെ യൂസും വെച്ചിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ അൺബോക്സിങ്ങിലോട്ട്. ഹലോ, അപ്പോൾ വീഡിയോസിൻ്റെ ലാഗ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ബോക്സ് ഒന്ന് പൊളിച്ച് സെറ്റപ്പുകളൊക്കെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ബില്ലൊന്ന് ചുറ്റി ഗൈസ്. 1399 റുപ്യേൻ്റെ ബില്ലാണ് നമുക്ക് ഫസ്റ്റ് ഉള്ളത്. നമുക്ക് ഇവിടെ ഇടാം. ഇതാ ബോയ M1 Pro. ഇതിൻ്റെ ഫെസിലിറ്റീസ് ഇതാ എന്തൊക്കെയാണെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ലെവലുവർ മൈക്രോ എന്തൊക്കെയാണ്. 2 ഇയർ വാറൻറ്റി ഉണ്ട് കേട്ടോ. 2 വർഷത്തെ വാറൻറ്റി തരുന്നുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്കിത് തുറക്കാം. ഇങ്ങനെ എടുക്കുന്നില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ സ്റ്റാൻഡോ അല്ലെങ്കിൽ മേശയൊന്നും ഇല്ല. ഒരു സ്റ്റേബിൾ ഇല്ല സംഭവം സത്യം പറഞ്ഞു. അപ്പോൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതാ വാറൻറ്റി കാർഡ്, മറ്റേ നമ്മളെ എല്ലാ സാധനങ്ങളും മേടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസർ മാനുവൽ എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ ഒരു പുസ്തകം. ആരെങ്കിലുമൊക്കെ യൂസർ മാനുവൽ യൂസ് ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യലില്ല, സ്വാഭാവികമായിട്ട് ഞാൻ യൂട്യൂബ് നോക്കാറാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ ബോയയുടെ ഇങ്ങനെ ഒരു ബാഗാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ബോയ M1 എന്ന് പറഞ്ഞ മൈക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു ബാഗാണ് ഫസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ അകത്ത് നമ്മുടെ സംഭവാമികയോ എന്തൊക്കെ വീണടാ, എലോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇതാ മൈക്ക്, ഇതിൻ്റെ മറ്റേ ഈ ബാറ്ററിയൊക്കെ വരുന്നത് ഇതിൻ്റെ അകത്താണ്. അതൊക്കെ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ മൈക്ക് ഉണ്ടോ, ഇത്ര ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടെന്ന കമ്പനി പറയും. 20 അടിയാണ് അങ്ങനെ പറയുന്നുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ കെട്ടി വെച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ആക്സസറീസ് കാണിച്ചു തരാം. ഇത് ഐഫോണിനൊക്കെ എന്തിനാണ് ഇതിൻ്റെ എക്സ്ട്രാ കേബിൾ പോലത്തെ എന്താണ് ഐഫോണൊക്കെ യൂസ് ചെയ്യാൻ. എനിക്ക് അറിയുന്ന പരിമിതി വെച്ച് ഇത് നമ്മളെ സ്പോഞ്ച് ഈ മൈക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. വേറെ എന്തോ ഇല്ല. ഇതാ മെയിൻ സാധനം കിട്ടി ഗായ്സ്. ഇത് കണ്ടിട്ട് ഞാൻ വേറെ എന്തോ തെറ്റി വെച്ചു. ഇത് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ മൈക്ക് ഇതാക്കി വെക്കില്ലേ, ഞാൻ കാണിച്ചു തരാം. പ്രസ് ചെയ്ത് വെക്കുന്ന ഐറ്റം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ സാധനം ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പൊട്ടിപ്പോയാ പ്രസ് ചെയ്ത് ഇങ്ങനെ കയറ്റും. ഇപ്പോൾ ഇത് സെറ്റായി. നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാം. മൈക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഐഫോണിനാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമ്മൾ മൊബൈലിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ആപ്പ്, ഇത് മൊബൈലിൽ സാധാ ആൻഡ്രോയിഡ് ഫോണിലെ ഇൻബിൽട്ട് ക്യാമറയിൽ ഈ മൈക്ക് സപ്പോർട്ട് ആവില്ല. ഓപ്പൺ ക്യാമറയിൽ വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ. നമുക്കിതിൻ്റെ യൂസേജ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നേരെ ബോയ M1ൻ്റെ യൂസേജിലോട്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. ക്യാമറ ഇൻബിൽട്ട് ഓഡിയോയിലാണ്, മൈക്കില്ല. ബോയ M1 Pro എന്ന് പറഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്ത മൈക്കില്ലാതെ ക്യാമറ ഇൻബിൽട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എക്കോ, അതായത് എൻ്റെ എക്കോ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ, അവിടെ ഈ ഫാനിൻ്റെ സൗണ്ട് എത്രമാത്രം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതല്ല. ഞാൻ മാക്സിമം ഫുൾ സ്പീഡിലാണ് ഈ ഫാൻ ഇട്ടുള്ളത്. പിന്നെ പുറത്തുനിന്നുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ
നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ ബോയ കണക്ട് ചെയ്തിട്ട് ആ മൈക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പം അതേ സെയിം ഈ റൂമിൽ ഇതേ ഫാൻ സ്പീഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഉള്ളത് വ്യത്യാസം എന്തൊക്കെയാണെന്ന്. വ്ളോഗ് ചെയ്യാൻ ഇത് യൂസ്ഫുൾ ആവോ അതോ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ബിഗിനർക്ക് ഇത് ഹെൽപ്ഫുൾ ആണോ എന്നാണ് നിങ്ങൾ ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നതിനേക്കാൾ വലുതല്ലല്ലോ നമ്മൾ വേറൊരാൾ റിവ്യൂ ജസ്റ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ബോയ M1 Pro എന്ന് പറഞ്ഞ ഈ മൈക്കിലൂടെയാണ്. ഇവിടെ ഫാന് നല്ല സ്പീഡിലിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പേ മൈക്കില്ലാതെ സംസാരിച്ചത്. ഇപ്പോൾ ഇവിടെ നല്ല സ്പീഡിലാണ് ഫാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ റൂമിലാണ് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എത്രമാത്രം നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോയയുടെ മൈക്കിലാണ്. ബോയ M1 Pro എന്ന് പറഞ്ഞ ഈ മൈക്കിലാണ്. എനിക്കിത് വീഡിയോ ഷൂട്ട് ഓഫാക്കിയാലേ മനസ്സിലാവും ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന്. എന്തായാലും ഇതാണ് ബോയ M1 Pro എന്ന് പറഞ്ഞ മൈക്ക്. യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഓഡിയോ ക്വാളിറ്റി ഇതാണ്. ഞാൻ കുറച്ച് മുമ്പേ സംസാരിച്ചുകൊണ്ടിരുന്ന ഓഡിയോവും ഇപ്പോൾ ഉള്ള ഓഡിയോ ക്വാളിറ്റിയും കണ്ടാൽ നിങ്ങൾക്കത് വ്യക്തമാവും. ഇനി ഞാൻ പുറത്തുള്ള ഓഡിയോസിൻ്റെ ക്വാളിറ്റി, അതായത് ക്രൗഡിനിടയിൽ ഈ ഓഡിയോ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതാ റോഡ് സൈഡിൽ. നിങ്ങൾ പുറത്തുനിന്ന് വണ്ടിയൊക്കെ പോകുന്നതാണ്. ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ക്യാമറ ഇൻബിൽറ്റ് ക്യാമറയുടെ റെക്കോർഡിംഗ് നോയ്സിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി ഞാൻ ഈ മൈക്ക് ബോയയുടെ M1 Pro എന്ന് പറഞ്ഞ മൈക്ക് ഫിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഈ വ്യത്യാസം എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കേട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ബോയ M1 Pro എന്ന് പറഞ്ഞ മൈക്കിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം പുറത്ത് നല്ല ബൈക്കിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വണ്ടി പോകുന്ന സൗണ്ടൊക്കെ ഉണ്ട്. ഈ ബോയ M1 Pro ആണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വോയിസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വ്ളോഗൊക്കെ എടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണോ അതോ അല്ലെ പുറത്ത് ഭയങ്കര നോയ്സ് ക്യാൻസലേഷനൊന്നും ഇല്ലാതെ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ. പുറത്ത് വ്ളോഗൊക്കെ ഇതേപോലെ നടന്നിട്ടൊക്കെ പല സ്ഥലങ്ങൾ കാണിച്ച് വ്ളോഗ് എടുക്കുന്നവർക്ക് ഈ ബോയ M1 Pro എന്ന് പറഞ്ഞ മൈക്ക് ഹെൽപ്ഫുൾ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇത് കേട്ടിട്ട് ഞാൻ റൂമിൽ ഉള്ള ബോയ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ക്യാമറ ഇൻബിൽറ്റിൽ ചെയ്യുന്നതും നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നിട്ട് ബോയ M1 റൂമിൻ്റെ അകത്തുള്ള വോയിസിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാൻ കുറച്ച് മുമ്പ് ചെയ്തത് ബോയ M1 Proയിലല്ല, ക്യാമറ ഇൻബിൽറ്റിൽ ഞാൻ നിങ്ങൾക്ക് പുറത്ത് റോഡ് സൈഡിലുള്ള വിഷ്വൽസും അന്നേരമുള്ള ഓഡിയോ ക്വാളിറ്റിയും കാണിച്ചു തന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നത് ബോയ M1 Pro എന്ന് പറഞ്ഞ മൈക്ക് അതിലൂടെയാണ്. മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റി അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ റിവ്യൂ. എനിക്ക് വലിയ റിവ്യൂ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിത് പർച്ചേസ് ചെയ്തപ്പോൾ ഇതിന് എനിക്ക് എന്താണോ ബെനിഫിറ്റ് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. എന്തായാലും ഇത് ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.